ഇടുക്കിയിലേക്ക് പോകുമ്പോൾ അവിടെ ഉടുമ്പൻചോലയിൽ മരം വീണ് വീട് തകർന്നു. ഉടുമ്പൻചോല മാട്ടുത്താവളം സ്വദേശി സിനേഷിന്റെ വീടിന്റെ മുകളിലേക്കാണ് കഴിഞ്ഞ ദിവസം മരം വീണത്. വീട് പൂർണ്ണമായും തകർന്നു. അപകട സമയം വീട്ടിൽ ആരുമില്ലായിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് 129 അടിയായി ഉയർന്നു. 4 ദിവസത്തിനിടെ 10 അടിയോളമാണ് ഉയർന്നത്. ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മുല്ലപ്പെരിയാറിന്റെ കാര്യമാണ് ഇടുക്കിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി ഓർക്കുക. ജലനിരപ്പ് ഉയരുന്നുണ്ട്, പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ ജാഗ്രത വേണമെന്നുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ അവിടെ നൽകുന്നുണ്ടോ? ഒപ്പം തന്നെ ഉടുമ്പൻചോലയിൽ ഈ മരം വീണ് വീട് തകർന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു ആഷിഖ്? ജിൽസി, ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കി ജില്ലയിൽ രേഖപ്പെടുത്തിയത് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ്. റെഡ് അലർട്ട് കഴിഞ്ഞ 3 ദിവസം നിലനിൽക്കുന്നില്ല. ശക്തമായ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് പീരുമേട് അടക്കമുള്ള പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ 4 ദിവസത്തിനിടെ 10 അടിയോളം ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം മുല്ലപ്പെരിയാറിൽ ഉണ്ടായത് എന്ന് പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ 28-ാം തീയതി 121 അടി ആയിരുന്നു മുല്ലപ്പെരിയാറിലെ ജലനിരപ്പെങ്കിൽ ഇന്നലെ രാത്രിയിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ 129.5 അടിയിലേക്ക് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. 146 അടിയാണ് മുല്ലപ്പെരിയാറിൽ അനുവദനീയമായ ജലനിരപ്പ്. 2014-ലെ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം 146 അടി വരെ മുല്ലപ്പെരിയാറിൽ ജലം ശേഖരിക്കാം. പക്ഷേ സംസ്ഥാനം ആവശ്യപ്പെടുന്നത്, കേരളത്തിന്റെ താല്പര്യം ആവശ്യപ്പെടുന്നത് 136 അടി എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിലവിലെ ജലനിരപ്പ് സംസ്ഥാനത്തിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 5 അടി മാത്രമേ ഉള്ളൂ. പക്ഷേ മുല്ലപ്പെരിയാർ ഡാം തുറക്കുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം നിലവിൽ ഇല്ല എന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. റൂൾ കർവ് അടക്കം പരിശോധിച്ചുകൊണ്ട് മാത്രമേ മുല്ലപ്പെരിയാർ ഡാം തുറക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മലങ്കര ഡാമിലാണ്. ഇടുക്കിയിലെ പ്രധാനപ്പെട്ട ഒരു ജലസേചന വകുപ്പിന് കീഴിലുള്ള ഡാമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഷട്ടറുകൾ ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. ഉയർത്തിയതിനെ തുടർന്ന് ഈ മലങ്കര ഡാമിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകുന്ന തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയരുകയും പലയിടങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇന്നലെ വൈകിട്ട് ഡാം അടച്ചിരുന്നു. എന്നിട്ടും മഴ ശക്തമായി തുടരുന്നതിനെ തുടർന്ന് വീണ്ടും ഡാം തുറക്കേണ്ട സാഹചര്യം വന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മലങ്കര ഡാമിന്റെ 4ഓളം ഷട്ടറുകൾ ഭാഗികമായി തുറന്നിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ജില്ലയിലെ വിവിധ ഡാമുകളിലെയും സ്ഥിതി അതുതന്നെയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഈ ചെറു ഡാമുകളിലെല്ലാം വെള്ളം ഉയർന്നിട്ടുണ്ട്. അവിടെ ഇടയ്ക്കിടെ ഈ റിസർവോയറുകൾ തുറന്നുവിട്ട് ഈ പുഴകളിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ട്. ഇടുക്കി ജില്ലയെ സമഗ്രമായി നോക്കുമ്പോൾ പലയിടങ്ങളിലും വീടുകൾ തകരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ പീരുമേട്ടിൽ ഒരു വീട് തകർന്ന വാർത്ത പറഞ്ഞിരുന്നു. കൂടാതെ ജില്ലയിലെ ആകെ കണക്കെടുത്ത് നോക്കിയാൽ 130 വീടുകളാണ് ഈ കാലവർഷക്കെടുതിയിൽ ആകെ തകർന്നിട്ടുള്ളത്. 45 ഇടങ്ങളിലായി ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കൂടാതെ തോട്ടം മേഖലയിലടക്കം കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ്. തോട്ടം തൊഴിലാളികളെ ലയങ്ങളിൽ നിന്ന് പുനരധിവസിപ്പിക്കാനുള്ള ഇടപെടൽ ജില്ലാ ഭരണകൂടം എടുത്തു കഴിഞ്ഞു. രാത്രികാല യാത്രകൾക്ക് കർശന നിരോധനം ഹൈറേഞ്ചിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മഴക്കാലത്തെല്ലാം മണ്ണിടിഞ്ഞ് വലിയ അപകടങ്ങൾ ഉണ്ടായ ഇടമാണ് ഗ്യാപ്പ് റോഡ്. അതുകൊണ്ട് തന്നെ ആ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഇത്തവണ പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതേസമയം ഇന്ന് ജില്ലയിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് ജിൽസി.